ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എൻ്റെ അനിയൻ അഭിനവിനെ കോട്ടയം പാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോയിന്ന്. അവിടെ നമ്മൾ എത്തുമ്പോഴത്തേക്കും വൈകുന്നേരമാവും. അപ്പോൾ പിറ്റേ ദിവസമാണ് ചേർക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് നമ്മളെ സ്വന്തം ഷാനി ചേച്ചിയുടെയും ജിമ്മിച്ചേട്ടൻ്റെയും വീട്ടിലാണ്. ഇതാണ് നമ്മുടെ സ്വന്തം മീനോട്ടിയും തോമസൂട്ടനും. ഞാൻ മുന്നേ MG യൂണിവേഴ്സിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഷാനി ചേച്ചിയും ജിമ്മി ചേട്ടനും കുട്ടികളൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു. അതിന് ശേഷമാണ് ചിക്കുവിനെ ഇവർ വാങ്ങുന്നത്. ഇപ്പോഴാണ് ഞാൻ ചിക്കുവിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അബിയും ചിക്കും പെട്ടെന്ന് തന്നെ ഭയങ്കര കമ്പനിയായി. പിന്നെ രാവിലെ പോകേണ്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കിടന്നു. രാവിലെ ആയപ്പോൾ നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ ഷാനി ചേച്ചി നമുക്ക് സ്പെഷ്യലായിട്ട് നല്ല പാലപ്പവും ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഇങ്ങനെ കറക്കി ഇങ്ങനെ ആക്കുന്ന സാധനത്തിന് കള്ളപ്പം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ ശരിക്കും പേര് പാലപ്പം എന്നാണ്. കള്ളപ്പം എന്നുള്ള പേരിൽ വേറൊരാളുണ്ടെന്ന്. ഇതാണ് ഷാനി ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറി. അപാര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ തോമസൂട്ടനെ തപ്പി നോക്കിയപ്പോൾ തോമസൂട്ടൻ എന്താ സ്കേറ്റിംഗ് ഗിയറൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുക, സ്കേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാൻ. അങ്ങനെ തോമസൂട്ടനും മീനൂട്ടിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാളിൽ സ്കേറ്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു. രണ്ടാളും നല്ലോണം സ്കേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. റീസെൻ്റായിട്ട് പഠിച്ചതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്കേറ്റ് ചെയ്യുന്ന കാണുന്നത്. പിള്ളേർ പൊളിയല്ലേ. അങ്ങനെ ഞങ്ങൾ ഷാൻസിയുടെ സ്പെഷ്യൽ ചായയൊക്കെ കുടിച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാനിറങ്ങി. ചിക്കു ഭയങ്കര ക്യൂട്ടല്ലേ ഗൈസ്, നോക്കി ഫ്ലഫി. അങ്ങനെ നമ്മൾ ബ്രില്യൻ്റ് പാലയുടെ JE അഡ്വാൻസിന് വേണ്ടി പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലായ ലിബർട്ടി ആർക്കേഡിലേക്ക് എത്തി. ഇവിടെയാണ് അബി ഇനി മുതൽ താമസിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അബിക്ക് കിട്ടിയത് ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള റൂമായിരുന്നു. റൂം നമ്പർ 417. ഇവിടെ തന്നെ ലൈബ്രറി ഒക്കെ ഉണ്ട്. ഇതാണ് അബിയുടെ റൂം. 3 ബെഡ് ഉണ്ട്, 3 ടേബിളുണ്ട്, പിന്നെ ഒരു ഷെൽഫുണ്ട്. ഇവിടെ പുറത്തോട്ടേക്ക് നോക്കിയാൽ പൈനാപ്പിൾ തോട്ടമാണ് കാണുന്നത്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഫീസൊക്കെ കൊടുത്ത് അബിക്കുട്ടൻ അവിടെ ചേർത്തിട്ട് നമ്മളെന്ന് വെച്ചാൽ ഞാനും അച്ഛനും തിരിച്ച് വണ്ടി കയറി. അപ്പോൾ കോട്ടയത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബായ്.